നമസ്കാരം, ഞാൻ ഡോക്ടർ മോണിക്ക. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വിഷയം എന്ന് പറയുന്നത് 35 വയസ്സിന് ശേഷം ഉറപ്പായും കുടിച്ചിരിക്കേണ്ട 3 പ്രധാന പാനീയങ്ങളെയാണ് പരിചയപ്പെടുത്തുന്നത്. ഈ ഒരു പാനീയം എന്ന് പറയുന്നത് ശരീരത്തിലെ രക്തയോട്ടം ശരിയായ രീതിയിൽ നടക്കാനും വേദനകൾ, നീർക്കെട്ട് മുതലായിട്ടുള്ള പ്രശ്നങ്ങളിൽ നിന്നും അകറ്റാൻ വേണ്ടിയും സഹായകരമാകുന്നതാണ്. ഒപ്പം തന്നെ ചർമ്മ സംരക്ഷണം, യുവത്വം നിലനിർത്തണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക്, അതുപോലെ വെയിലേറ്റിട്ടുള്ള പാടുകൾ മാറാൻ വേണ്ടിയിട്ടും ഒക്കെ തന്നെ ഏറെ ഗുണകരമാകുന്നതാണ്. നമ്മുടെ ഉള്ളിലുള്ള വിഷാംശത്തെ പുറന്തള്ളാൻ വേണ്ടിയിട്ടും ശരീരത്തിൽ ഉണ്ടാകുന്ന അമിതമായിട്ടുള്ള ചൂട് കുറയ്ക്കാൻ വേണ്ടിയിട്ടും സഹായകരമാകുന്ന പാനീയങ്ങളാണ് ഓരോന്നും പറയുന്നത്. ഇത് ഏത് രീതികളിലാണ് പ്രിപ്പയർ ചെയ്യേണ്ടത്, എപ്പോഴാണ് കുടിക്കേണ്ടത് ഒക്കെ തന്നെ നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ മനസ്സിലാക്കാം. അതിനാൽ വീഡിയോ ലാസ്റ്റ് വരെയും കാണുക. നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. നമ്മുടെ ശരീരത്തിലെ പ്രതിരോധ ശക്തി കൂട്ടാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ ചർമ്മ സംരക്ഷണത്തിന് വേണ്ടിയിട്ടും ചർമ്മം എപ്പോഴും ടൈറ്റായിട്ട് നിൽക്കാനും യുവത്വം നിലനിർത്താനും ഒക്കെ തന്നെ നമ്മളെ സഹായകരമാകുന്ന ഒരു പ്രധാന പ്രോട്ടീനാണ് കൊളാജൻ എന്ന് പറയുന്നത്. ഇത് എല്ലുകളുടെ ഇടയിലും മസിൽസുകളിലും രക്തക്കുഴലുകളുടെ ഉള്ളുകളിലും അതുപോലെ തന്നെ നമ്മുടെ സ്കിന്നുകളിലും ഒക്കെ തന്നെ പ്രകടമായിട്ട് കാണുന്ന ഒരു പ്രോട്ടീനാണ് കൊളാജൻ എന്ന് പറയുന്നത്. ഈ ഒരു കൊളാജൻ പ്രോട്ടീൻ ഉള്ള സമയത്താണ് നമ്മുടെ ശരീരം എപ്പോഴും യങ്ങായിട്ട് നിൽക്കുന്നതും ഊർജ്ജസ്വലമായിട്ടുള്ള രീതിയിൽ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ കഴിയുന്നതും നമുക്ക് ചെറുപ്പം നിലനിർത്താനൊക്കെ തന്നെ സഹായകരമാകുന്ന പ്രധാന പ്രോട്ടീനാണ്. എന്നാൽ 35 വയസ്സിന് ശേഷം ഈ ഒരു കൊളാജൻ പ്രൊഡക്ഷൻ സ്വാഭാവികമായിട്ട് തന്നെ കുറഞ്ഞു വരുന്നതാണ്. അതിനോടൊപ്പം തന്നെ ചില കാര്യങ്ങൾ കൂടി ഇൻക്ലൂഡ് ആകുന്ന സമയത്ത് ഒരുപാട് അളവുകളിൽ ഇത് കുറഞ്ഞു വരാനും പെട്ടെന്ന് തന്നെ നമ്മളെ പ്രായം തോന്നിക്കാൻ വേണ്ടിയും കാരണമാവുന്നവയാണ്. ഇതിന് പ്രധാനമായിട്ടും 4 റീസണുകളാണുള്ളത്. ഏറ്റവും ആദ്യം നമ്മുടെ പൊല്യൂഷനാണ്, അഥവാ നമുക്ക് വരുന്ന മാലിന്യങ്ങൾ, ചുറ്റുപാടുമുള്ള മാലിന്യങ്ങൾ അമിതമായിട്ട് വരുന്ന സമയത്ത് നമ്മുടെ കൊളാജൻ പ്രൊഡക്ഷൻ കുറയാവുന്ന കാരണമാകും. 2 എന്ന് പറയുന്നത് നമ്മുടെ സൂര്യപ്രകാശം, അമിതമായിട്ടുള്ള അളവുകളിൽ സൂര്യപ്രകാശം ഏൽക്കുന്ന സമയത്തും നമ്മുടെ സെൽസുകളൊക്കെ തന്നെ ഡാമേജ് ആവാൻ വേണ്ടിയും കൊളാജൻ പ്രൊഡക്ഷൻ കുറയാൻ വേണ്ടിയും കാരണമാകും. മറ്റൊന്ന്, നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ നമ്മൾ പ്രോപ്പർ ആയിട്ടുള്ള ഡയറ്റുകളല്ല ഫോളോ ചെയ്യുന്നതെന്നുണ്ടെങ്കിലും ഈ ഒരു പ്രശ്നങ്ങൾ നമ്മളെ ബാധിക്കും. അതുപോലെ ഏറ്റവും അവസാനം സ്ട്രെസ്സാണ്. അതായത് നമുക്ക് അമിതമായിട്ടുള്ള ടെൻഷൻ, ആൻസൈറ്റി, ഡിപ്രഷൻ മുതലായിട്ടുള്ള പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്നവർക്കും അവരുടെ സ്കിന്നും ഹെൽത്തും അവരിൽ ഇമ്മ്യൂണിറ്റി പവറും ഒക്കെ തന്നെ വളരെ കുറവായിരിക്കും. എന്നാൽ ഈ ഒരു കൊളാജൻ ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടി സഹായകരമാകുന്ന പാനീയങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ തിരഞ്ഞെടുത്തിട്ടുള്ളത്. ഇവ ഏതൊക്കെയാണെന്നുള്ളത് നമുക്ക് ഓരോന്നും മനസ്സിലാക്കാം. ആദ്യത്തെ പാനീയത്തിന് ആവശ്യമായിട്ടുള്ളത് 3 ചേരുവകളാണ്. ഇതിൽ ഏറ്റവും ആദ്യം നാരങ്ങയാണ് ആവശ്യമായിട്ടുള്ളത്. നാരങ്ങ നമ്മൾ തൊലിയോട് കൂടിയിട്ടുള്ള നാരങ്ങയാണ് എടുക്കുന്നത്. കാരണം ഈ തൊലിയിലാണ് കൂടുതലായിട്ട് നമ്മൾ ഈ ഒരു നീരിനെ കഴിഞ്ഞും ആന്റി ഓക്സിഡന്റുകളൊക്കെ തന്നെ അമിതമായിട്ടുള്ള അളവുകളിലുള്ളത്. അതുപോലെ വിറ്റമിൻ സി കണ്ടന്റും വളരെ സമൃദ്ധമായിട്ട് കിട്ടുന്നതും ഈ ഒരു തോലിൽ തന്നെയാണ്. തോലോട് കൂടിയിട്ട് നമ്മൾ ഈ ഒരു ജ്യൂസിനകത്തേക്ക് എടുക്കുന്ന സമയത്ത് ആ ഒരു തോലിലുണ്ടാകുന്ന അഴുക്കുകളോ അല്ലെന്നുണ്ടെങ്കിൽ പലതരത്തിലുള്ള മരുന്നുകളൊക്കെ തന്നെ അടിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ ഇതിന്റെ ഒരു എഫക്റ്റുകൾ വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ജ്യൂസ് ഉണ്ടാക്കുന്നതിന് 5 മിനിറ്റ് മുന്നേ ആയിട്ട് ചെറു ചൂടുവെള്ളത്തിൽ ഇതൊന്ന് മുക്കി വെക്കുക. അതിനുശേഷം നമുക്ക് എടുക്കാൻ പറ്റുന്നതാണ്. നാരങ്ങ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ച് മിക്സിയുടെ ജാറിലേക്ക് ഇടുക. രണ്ടാമത് എടുക്കേണ്ടത് വീടിന്റെ തൊടിയിലൊക്കെ തന്നെ വളരെ എളുപ്പത്തിൽ ലഭിക്കുന്ന കുടങ്ങലാണ് എടുക്കേണ്ടത്. മുത്തിൽ എന്ന് പറയാറുണ്ട്, കുടങ്ങൽ എന്നും പറയാറുണ്ട്. വളരെ ഔഷധ ഗുണമുള്ള, ആയുർവേദത്തിൽ തന്നെ വളരെ ഔഷധ ഗുണമുള്ള ഒരു പ്രധാന ഔഷധ സസ്യമാണ്. ഇത് യുവത്വം നിലനിർത്താൻ വേണ്ടിയിട്ട്, പ്രതിരോധ ശക്തി കൂട്ടാൻ വേണ്ടിയിട്ട്, അതുപോലെ കൊളാജിന്റെ പ്രൊഡക്ഷൻ കൂട്ടാൻ വേണ്ടിയിട്ടും ഒക്കെ തന്നെ സയന്റിഫിക്കലി തെളിയിക്കപ്പെട്ടിട്ടുള്ളതാണ്. കൊളാജൻ പ്രൊഡക്ഷൻ നമ്മൾ കൂടുന്ന ഭക്ഷണ പദാർത്ഥങ്ങൾ നമ്മൾ കഴിക്കുന്നതിലൂടെ മാത്രമാണ് നമ്മുടെ സ്കിൻ ഹെൽത്തും അതുപോലെ തന്നെ ഓവറോൾ ഹെൽത്തും ബോണിന്റെ ആരോഗ്യവും ഒക്കെ തന്നെ ഡിപ്പെൻഡ് ചെയ്യപ്പെടുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ ഈ ഒരു കുടങ്ങലിന്റെ ഇല എന്ന് പറയുന്നത് 4 അല്ലെങ്കിൽ 5 എണ്ണം മാത്രമാണ് എടുക്കേണ്ടത്. ഇത് ഒന്ന് കഴുകിയതിന് ശേഷം നമുക്ക് ഈ ഒരു കൂട്ടിനകത്തേക്ക്, ഈ ഒരു മിക്സിയുടെ ജാറിനകത്തേക്ക് ഇടുക. എന്നിട്ട് അവസാനമായിട്ട് ചേർക്കേണ്ടതെന്ന് പറയുന്നത് ക്യാരറ്റ് ആണ്. ക്യാരറ്റിൽ ബീറ്റാ കരോട്ടിൻ സമൃദ്ധമായിട്ട് അടങ്ങിയിട്ടുണ്ട്. ഈ ഒരു ബീറ്റാ കരോട്ടിൻ എന്ന് പറയുന്നത് വിറ്റമിൻ എ സമൃദ്ധമായിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു കൊളാജൻ പ്രൊഡക്ഷനെ ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടി ഏറ്റവും ഗുണകരമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് ക്യാരറ്റ് എന്ന് പറയുന്നതും. ഇതും നമ്മളൊന്ന് ചെറുതായിട്ട് തോല് കളഞ്ഞതിന് ശേഷം ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ച് മിക്സിയുടെ ജാറിലേക്ക് ഇടുക. ആവശ്യത്തിന് വെള്ളം മാത്രം ഒഴിക്കുക. അതിനുശേഷം ഇത് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ട് ഈ ഒരു ജ്യൂസ് അരിച്ചെടുക്കാതെ കുടിക്കുകയാണ് ചെയ്യേണ്ടത്. കുടിക്കേണ്ട സമയമെന്ന് പറയുന്നത് രാവിലെ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ്, അതായത് 11 മണി സമയത്താണ് ഏറ്റവും ഗുണകരമായിട്ട് നമുക്കിത് കുടിക്കാൻ പറ്റുന്നത്. നിങ്ങൾ ഏകദേശം 11 മണി സമയത്തൊക്കെ പല സ്നാക്സുകളോ, വിശക്കുന്ന സമയത്ത് സ്നാക്സോ ചായയോ ഒക്കെ തന്നെ കുടിക്കുന്ന ഒരു ടൈമായിരിക്കും. ഈ ഒരു ടൈമിൽ ഈ ഒരു ചായക്ക് പകരമായിട്ട് ഈ ജ്യൂസ് കുടിക്കുന്നതാണ് ഏറ്റവും ഗുണകരമായിട്ടുള്ളത്. ഇത് ഒന്നിടവിട്ടുള്ള ദിവസങ്ങളിൽ കുടിക്കുന്നതാണ് നല്ലത്. ഒരു ദിവസം കുടിക്കുക, അടുത്ത ദിവസം നമ്മൾ സ്കിപ്പ് ചെയ്യുക.
വീണ്ടും അടുത്ത ദിവസം കുടിക്കുക എന്നുള്ള രീതിയിലാണ്. ഇങ്ങനെ നമ്മൾ നിരന്തരമായിട്ട് ചെയ്യുന്ന സമയത്ത് നമ്മുടെ സ്കിന്നിനും ഹെയറിനും അതുപോലെ തന്നെ നമ്മുടെ പ്രതിരോധ ശക്തിക്കും വയറിന്റെ ആരോഗ്യത്തിനും ഒക്കെ തന്നെ ഇത് ഏറ്റവും മെച്ചപ്പെട്ട ഒരു ഔഷധം തന്നെയാണ്. ചെയ്തു നോക്കുക. വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള റിസൾട്ട് കിട്ടിയിട്ടുള്ള ഒരു പാനീയം കൂടിയിട്ടാണിത്. രണ്ടാമത്തെ പാനീയവും കൊളാജൻ ബൂസ്റ്റ് ചെയ്യാനും ശരീരത്തിലെ നീർക്കെട്ടുകൾ അകറ്റാൻ വേണ്ടിയിട്ടും ഏറ്റവും ഗുണകരമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. അതുപോലെ ആന്റി ബാക്ടീരിയൽ ആയിട്ടുള്ളതോ പലതരത്തിലുള്ള ഇൻഫെക്ഷൻ കണ്ടീഷൻസുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത് കുറയ്ക്കാൻ വേണ്ടിയിട്ടും സഹായകരമാകുന്നതാണ്. ഇതിനും നമുക്ക് 3 ചേരുവകൾ മാത്രമാണ് ആവശ്യമായിട്ടുള്ളത്. ഇത് നമുക്ക് വളരെ എളുപ്പത്തിൽ നമ്മുടെ തൊടിയിൽ കിട്ടുന്ന മുരിങ്ങ ഇല ഉപയോഗിച്ചുകൊണ്ടുള്ള ജ്യൂസാണ്. മുരിങ്ങ ഇല എന്ന് പറയുന്നത് വിറ്റമിൻ എ, വിറ്റമിൻ സി മുതലായിട്ടുള്ള ഒരുപാട് വിറ്റമിൻസുകൾ, മിനറൽസുകൾ അടങ്ങിയിട്ടുണ്ട്. ഇവയിൽ തന്നെ കൊളാജൻ ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും ഏറെ ഗുണകരമാകുന്നതാണ്. അതുപോലെ നമ്മുടെ എല്ലുകൾക്ക് ബലം നൽകാൻ വേണ്ടിയിട്ടും ശരീരത്തിലെ നീർക്കെട്ട് അകറ്റാൻ വേണ്ടിയിട്ടും ഗുണകരമാകുന്നതാണ്. ഈ ഒരു മുരിങ്ങയില നമ്മൾ എടുക്കേണ്ടത് ഏകദേശം 1 പിടി അളവായിട്ടുള്ള മുരിങ്ങയില എടുക്കുക. രണ്ടാമത് വരുന്നത് തുളസി ഇലയാണ്. തുളസി ഇല നമ്മുടെ മുഖക്കുരു, ചർമ്മ സംരക്ഷണത്തിന് വേണ്ടിയിട്ട്, ചർമ്മ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ അകറ്റാൻ വേണ്ടിയിട്ടും അതുപോലെ ശരീരത്തിലെ ബാക്ടീരിയൽ ഇൻഫെക്ഷൻ കണ്ടീഷൻസുകളൊക്കെ തന്നെ കുറയ്ക്കാൻ വേണ്ടിയിട്ടും സഹായിക്കുന്നതാണ്. 4-5 തുളസി ഇലയാണ് എടുക്കേണ്ടത്. ഈ മൂന്നാമത് ചേർക്കുന്ന ചേരുവ എന്ന് പറയുന്നത് നെല്ലിക്കയാണ്. നെല്ലിക്കയിലും വിറ്റമിൻ സി സമൃദ്ധമായിട്ട് അടങ്ങിയിട്ടുണ്ട്. ഒരുപാട് ആന്റി ഓക്സിഡന്റുകൾ അടങ്ങിയിട്ടുണ്ട്. നമ്മുടെ ദിവസവും ഒരു നെല്ലിക്ക കഴിക്കുന്നത് മുടിയുടെ ആരോഗ്യം, ചർമ്മ സംരക്ഷണം, പ്രതിരോധ ശക്തി മുതലായിട്ടുള്ള എല്ലാ പ്രശ്നങ്ങൾക്ക് വേണ്ടിയിട്ടും ഏറെ ഗുണകരമാകുന്നതാണ്. ഒരു നെല്ലിക്ക മാത്രമാണ് എടുക്കേണ്ടത് എന്നുള്ളത് എടുത്തു പറയുകയാണ്. ഒരുപാട് നെല്ലിക്ക അടിച്ചു കുടിക്കരുത്. ഒരു ദിവസം ഒരു നെല്ലിക്ക മാത്രമാണ് എടുക്കേണ്ടത്. അപ്പൊ ഈ ഒരു നെല്ലിക്കയുടെ കുരു കളഞ്ഞതിന് ശേഷം നെല്ലിക്കയും നമുക്ക് ഈ ഒരു മുരിങ്ങയിലയും തുളസി ഇലയും കൂടെ ചേർത്ത് ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് രാവിലെ വെറും വയറ്റിൽ കുടിക്കാൻ കഴിയുന്നവരാണെങ്കിൽ ഏറ്റവും ഗുണകരമാണ്. ഇല്ലെന്നുണ്ടെങ്കിൽ 11 മണി സമയത്ത് ഭക്ഷണം കഴിച്ച് 11 മണി സമയത്ത് കഴിക്കുന്നതും ഏറെ നല്ലതാണ്. ഇത് നിങ്ങൾക്ക് എല്ലാ ദിവസവും കുടിക്കേണ്ടതില്ല. ആഴ്ചയിൽ 2-3 തവണ മാത്രമാണ് ഈ ഒരു പാനീയം കുടിക്കേണ്ടത്. മൂന്നാമത്തെ പാനീയം എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൽ അമിതമായിട്ടുള്ള ചൂട് അകറ്റാൻ വേണ്ടിയിട്ടും ശരീരത്തിലെ വിഷാംശങ്ങളൊക്കെ തന്നെ പുറന്തള്ളപ്പെടാൻ വേണ്ടിയിട്ടും ദഹന സംബന്ധമായിട്ടുള്ള ഗ്യാസ്, അസിഡിറ്റി, മലബന്ധം മുതലായിട്ടുള്ള പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്നവർക്കും ഏറ്റവും ഗുണകരമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. പുതിന ഇല എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിനെ തണുപ്പിക്കാൻ വേണ്ടിയിട്ടും ശരീരത്തിലെ പിത്തം കുറയ്ക്കാൻ വേണ്ടി. അതുപോലെ ഈ ഒരു പുതിന ഇല നമ്മൾ 1 പിടി അളവായിട്ടുള്ള പുതിന ഇലയാണ് എടുക്കേണ്ടത്. രണ്ടാമത് ഈ ഒരു കൂട്ടിനകത്തേക്ക് ആവശ്യമായിട്ടുള്ളത് ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയാണ്. ഇത് നമ്മുടെ ശരീരത്തിലെ നീർക്കെട്ട് അകറ്റാൻ വേണ്ടിയിട്ടും ആന്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടി ഇഞ്ചിയിൽ അടങ്ങിയിട്ടുണ്ട്. ദഹന സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ അകറ്റാൻ വേണ്ടി സഹായകരമാകുന്നതാണ്. ഇനി മൂന്നാമതായിട്ട് വരുന്നത് 1 സ്പൂൺ അളവായിട്ടുള്ള പെരിഞ്ജീരകമാണ് വരുന്നത്. പെരിഞ്ജീരകം എന്ന് പറയുന്നത് നമ്മുടെ ഗ്യാസ്, അസിഡിറ്റി മുതലായിട്ടുള്ള പ്രശ്നങ്ങളും അതുപോലെ തന്നെ നമ്മുടെ മുഖകാന്തി വർദ്ധിപ്പിക്കുവാൻ വേണ്ടിയിട്ടും വെയിലേറ്റിട്ടുള്ള അല്ലെങ്കിൽ UV റേസ് കൊണ്ട് നമ്മുടെ മുഖത്തുണ്ടാവുന്ന മങ്ങലിന്റെ പ്രശ്നങ്ങൾ കുറയ്ക്കാൻ വേണ്ടിയിട്ടും ഒക്കെ തന്നെ ഗുണകരമാകുന്നതാണ്. മറ്റൊന്നെന്ന് പറയുന്നത് 1/4 സ്പൂൺ അളവായിട്ടുള്ള അയമോദകം ചേർക്കുന്നത് ഉദര സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ അകറ്റാൻ സഹായകരമാകുന്നതാണ്. മേൽ പറഞ്ഞിട്ടുള്ള ചേരുവകളെല്ലാം തന്നെ ഏകദേശം 1.5 ഗ്ലാസ് വെള്ളത്തിലിട്ട് തിളപ്പിച്ചിട്ട് 1 ഗ്ലാസ് ആക്കിയിട്ട് വറ്റിക്കേണ്ടതാണ്. 1 ഗ്ലാസ് ആക്കിയിട്ട് അത് വറ്റിക്കുക. എന്നിട്ട് അത് അരിച്ചെടുത്തതിന് ശേഷം ഇതിനകത്തേക്ക് 1 സ്പൂൺ അളവായിട്ടുള്ള നാരങ്ങ നീരും അതുപോലെ തേനോ അല്ലെന്നുണ്ടെങ്കിൽ ശർക്കരയോ ചേർത്തിട്ട് കഴിക്കുന്നത് ഏറെ ഗുണകരമാണ്. ഇത് കഴിക്കേണ്ട സമയം എന്ന് പറയുന്നത് രാത്രിയിൽ ഉറങ്ങാൻ കിടക്കുന്നതിന് ഏകദേശം 1 മണിക്കൂർ മുന്നേ ആയിട്ട് കുടിക്കുന്നതാണ് നല്ലത്. രാവിലെ ആകുമ്പോഴത്തേക്കും ശരീരത്തിലെ മാലിന്യങ്ങളും വിഷാംശങ്ങളും ഒക്കെ തന്നെ പുറന്തള്ളാൻ വേണ്ടിയിട്ടും ഒരു രീതിയാണ്. അതുപോലെ നമ്മുടെ സ്കിൻ ഹെൽത്തിന് വേണ്ടിയിട്ടും ഒക്കെ തന്നെ ഏറെ ഗുണകരമാണ് ഈ ഒരു മെത്തേഡ്. ഇങ്ങനെ ഈ ഒരു രീതിയിൽ രാത്രിയിൽ കുടിക്കുന്നതാണ് നല്ലത്. ഇങ്ങനെ ഒന്നിടവിട്ടുള്ള ദിവസങ്ങളിൽ ഈ ഒരു പാനീയം കുടിക്കുന്നതും ഈ പറഞ്ഞിട്ടുള്ള എല്ലാ ഔഷധ ഗുണങ്ങളും നമ്മുടെ ശരീരത്തിൽ ലഭിക്കാൻ സഹായകരമാകുന്നതാണ്. മേൽ പറഞ്ഞിട്ടുള്ള 3 പാനീയങ്ങളും ഒരുമിച്ച് ഒരിക്കലും കുടിക്കേണ്ടതില്ല. നിങ്ങൾക്ക് ഏതാണോ എളുപ്പമെന്ന് തോന്നുന്നത് അത് മാത്രം നിങ്ങൾ സെലക്ട് ചെയ്തിട്ട് കുടിക്കാൻ പറ്റുന്നതാണ്. അതുപോലെ നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരു 2 ആഴ്ച ഒരു പാനീയം തുടർച്ചയായിട്ടുള്ള രീതിയിൽ കുടിക്കുക. അടുത്ത 2 ആഴ്ച അടുത്ത പാനീയം കുടിക്കുക. ഇങ്ങനെ ഒരു 3 മാസമെങ്കിലും കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ കുടിക്കുന്ന പാനീയം, അതായത് ആഴ്ചയിൽ 2-3 തവണ എന്ന് പറയുന്നത് അത് എല്ലാ ആഴ്ചയിലും 2-3 തവണ ഈ ഒരു പാനീയം കുടിച്ചിരിക്കേണ്ടതാണ്. അതുപോലെ ഒന്നിടവിട്ടുള്ള രീതിയിൽ പറഞ്ഞിട്ടുള്ള പാനീയം അതുപോലെ തന്നെ ഒന്നിടവിട്ടുള്ള രീതിയിൽ കുടിക്കാം. എല്ലാം ഒരുമിച്ച് കുടിക്കേണ്ടതില്ല. ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്തിട്ട് നിങ്ങൾക്കത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുന്നതാണ്. ഇനി അവസാനം പറഞ്ഞിട്ടുള്ള പാനീയത്തിൽ ശർക്കരയോ തേനോ ചേർക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. ഇത് നമ്മൾ പ്രമേഹ രോഗികളാണെന്നുണ്ടെങ്കിൽ ഇവ ഒഴിവാക്കാവുന്നതാണ്.
പാനീയമാണ്. ശർക്കരയോ തേനോ ഒന്നും ചേർക്കേണ്ടതില്ല. അല്ലാതെ തന്നെ ഈ പാനീയം കുടിക്കാൻ കഴിയുന്നതാണ്. ഇനി ഓർത്തിരിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, എന്തെങ്കിലും തരത്തിലുള്ള അസുഖങ്ങൾക്ക് വേണ്ടിയിട്ട് മരുന്ന്, അതായത് നമുക്ക് സർജറി കഴിഞ്ഞിട്ട് ഉടനടി സർജറി കഴിഞ്ഞിട്ടുള്ളതോ സർജറി ചെയ്യാൻ പോകുന്നവരോ അല്ലെന്നുണ്ടെങ്കിൽ ഗർഭിണികളോ കൊച്ചു കുട്ടികളോ പാല് കൊടുക്കുന്ന അമ്മമാരോ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരിക്കലും ഈ ഒരു ഡ്രിങ്കുകൾ നിങ്ങൾ ഡോക്ടറുടെ കൺസേൺ ഇല്ലാതെ നിങ്ങളിത് കുടിക്കേണ്ടതില്ല. അതുപോലെ കിഡ്നി സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവരുടെ ഡോക്ടറുമായിട്ട് ഡിസ്കസ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഈ ഒരു പാനീയം കുടിക്കാൻ കഴിയുന്നതാണ്. ഈ ഒരു അറിവ് നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ഒരുപാട് ആൾക്കാരിലേക്ക് ഈ ഒരു ഇൻഫർമേഷൻ ഷെയർ ചെയ്യുക. അടുത്തൊരു വിഷയമായിട്ട് നമുക്ക് കാണാം. നന്ദി.